വന്നപ്പോൾ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ ഞാൻ ആരുമാകുന്നു മനുഷ്യരനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു. ചിലർ യോഹാനോന്നായെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ എർമിയായോ മറ്റു പ്രവാചകന്മാരിലൊരുവനോ എന്നും പറയുന്നു എന്ന് മറുപടി പറഞ്ഞു. ഞാനാരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് കർത്താവ് അവരോട് ചോദിച്ചു. ഉത്തരമായി അവിടുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നു എന്ന് പറഞ്ഞു. യശോദ്രാനോട് യോനായുള്ള മകനെ നിനക്ക് ഭാഗ്യം, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇതിനെ നിനക്ക് വെളിപ്പെടുത്തിയത്. ഞാനും നിന്നോട് കൽപ്പിച്ചു പറയുന്നു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കേട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. നാമെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും മനുഷ്യരുമായിരിക്കുന്ന നല്ല മഹത്വവും ഇടവിടാതെ സന്നിധാനത്തിൽ സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. ആകാശം ചുരുങ്ങി വരികയും ദാവീദിൻ മുദ്രയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും വെച്ച് മുറിക്കപ്പെടുകയും
മരിച്ചുപോയവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമായി ഭവിക്കുകയും ചെയ്ത ജീവനുള്ള അപ്പമായുള്ളവരെ അവിടുത്തേക്ക് സ്തുതി. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തെ പ്രതിയും ഉന്നതരായിരിക്കുന്ന പിതാക്കന്മാരെ അടികൾ അനുസ്മരിക്കുന്നതിനെ പ്രതിയും ഈ സ്തോത്രയാഗം സന്നിധാനത്തിൽ സമർപ്പിക്കുന്നതായ നേരത്തിലും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നാളുകളിലും ദൈവത്തിനെ അവിടുന്ന് ഞങ്ങൾക്ക് ആയുസ് തരുന്നതായ നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഭയങ്കരമായ നാം എല്ലാവരും ആകയാൽ പാപപരിഹാരം നൽകുന്നവരെ വെളിപ്പാട്ടിനോട് ഞങ്ങളെ ക്ഷമിക്കുകയും തുടച്ചിരിക്കുകയും ചെയ്യുന്നതുമായ ഭാവങ്ങളെയും വിശ്വാസികളായ സൈന്യത്തിന്റെ ഭാവങ്ങളെയും വായിച്ചു നിങ്ങൾ കണ്ണു ചെയ്യണമേ. ദൈവമായ കർത്താവേ, എന്റെ മഹാകന്യാസനെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും വിളിക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്വമുള്ള അതിന്റെ വിശുദ്ധ സൗകര്യമാക്കുന്ന പലരുടെയും ആത്മാക്കളെ ഓർത്തുകൊള്ളണമേ. സമാധാനപാലകന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസരത്തിന് ഞങ്ങളെല്ലാവരും യോഗ്യരാകുന്നേ. എനിക്ക് ഇഷ്ടമുള്ളവയോ നിന്റെ ദൈവത്വത്തിന് വ്യക്തിഗതമായ ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല പ്രസ്ഥാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കിക്കൊള്ളണമേ. ഞങ്ങളെപ്പോഴും എപ്പോഴും എന്നേക്കുന്നതൊക്കെ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പരിഭ്രമിക്കുകയും തന്റെ ചുമതലപ്പെടുകയും ചെയ്യുന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരമായുള്ളവയും മുമ്പാകെയും ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് അപേക്ഷിക്കുകയും
ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ജീവനും വളരെ കാതോലിക
ദൈവന്റെ ഉറവിടവുമാകുന്നല്ലോ. അങ്ങയുടെ പരിശുദ്ധമായ സഭയ്ക്ക് അങ്ങയുടെ സമാധാനത്തെ നൽകണമേ. കൃപയോടെ ലോകത്തെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമുള്ള പരിശുദ്ധമായ ഓരോരുത്തരും സമാധാനം കൊടുക്കണം. സമ്പൂർണമായിരിക്കുന്ന അങ്ങയുടെ വാർത്തീർഘനമാവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് വേഗജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആശാപം അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങളുടെ പാപങ്ങൾക്കും മഹത്വങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ പരിഹരിക്കപ്പെട്ട് ദൂരീകരിക്കപ്പെടുന്നതിനായി രഹിതമായിരിക്കുന്ന ഈ ആത്മീയാഗത്തെ സന്നിധാനത്തിൽ സമർപ്പിക്കുവാൻ അടിയങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളേക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആശാപം സഹോദരങ്ങളെ നാം എല്ലാവരും ദൈവത്തിന്റെ സമത്വവും സഹവാസവും നമ്മുടെ വാത്സല്യവാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ കൊണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മുടെ വശിയാതപുരാനുഭവിഷ്ടനായിരിക്കുന്ന അമേൽപ്പെട്ട മഹോന്നതിങ്കൽ ആയിരിക്കണം. ഭയഭക്തിയോടെ
വാണികളോടും വന്ദനാധീനങ്ങളായിരിക്കുന്ന ശബ്ദരാഗാദികളോടും കൂടെ വിജയസ്തുതിയായിട്ട് അനുസരിച്ചുകൊണ്ട് അവരുടെ ശ്രേഷ്ഠതയെ മഹത്വപ്പെടുത്തുന്നു. ആ പരിശുദ്ധനായവനെ നമുക്കും മഹത്വപ്പെടുത്താം. നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയെ പ്രതി ഹീനനായി ഭവിക്കുകയും ജഡത്തിൽ കഷ്ടതകളെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ കഷ്ടാനുഭവത്തിൻ്റെതായ ആ രാത്രിയിൽ അതാമിനെ മെനഞ്ഞവനായ പരിശുദ്ധമായ കരങ്ങളിൽ ജീവന്റെയും രക്ഷയുടെയും മടങ്ങിയിരുന്നതായ ആ ഉളിപ്പുള്ള അപമാനിച്ചുവായതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ രഹസ്യത്തിൽ പങ്കാളികളായ ശിഷ്യന്മാരെ കണക്ക് നൽകിക്കൊണ്ട് ഇപ്രകാരം അവരോട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുന്നു. നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമിതാകുന്നു. സൂചനാപരമായിരുന്ന തിരുവത്താഴിന് ശേഷം വീട്ടിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തി ഉണ്ടാക്കിയ ഇവന്റെ കാസായും ഉടയവനെ അങ്ങയുടെ കൈകളിൽ വഹിച്ചു. ആയതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ചു. പങ്കാളികളായ ആ ശിഷ്യന്മാരെ കിടന്നതിലേക്കുള്ള ചെയ്തു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു. നിങ്ങൾക്ക് വേണ്ടിയും അനേകങ്ങൾക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും ജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ പുതിയ നിയമത്തിന്റെ രക്തം ഇതാകുന്നു.
കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു വരവേൽപ്പിക്കുകയും ചെയ്തു. പാപികളും കുറ്റക്കാരുമായിരിക്കുന്ന അങ്ങയുടെ മക്കളാകുന്ന സാഗരമായിരിക്കുന്ന അങ്ങയുടെ മനുഷ്യാകാരത്തെ മുഴുവനായും ഓരോരുവരും ഓരോന്റെ പ്രവൃത്തികൾക്കനുസരണമായി ഉന്നമനം കൊടുക്കുന്ന അങ്ങയുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ അനുസ്മരിക്കുന്നു. അതുമൂലം അങ്ങയുടെ സഭയും പ്രത്യേക അങ്ങയുടെ ഇടവകയും കൂടി വന്നിരിക്കുന്ന മക്കളും അങ്ങയോട് മകളുടെ മുഖാന്തരം അങ്ങയോടുകൂടെ അങ്ങയുടെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടിയങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. അടിയങ്ങളോട് അവിടുന്ന് ഉത്തരമരുളി ചെയ്യണമേ. ഉടയവരെ അടിയങ്ങളോട് അവിടുന്ന് ഉത്തരമരുളി ചെയ്ത് ദയവ് തോന്നി ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ സമർപ്പിക്കും. Bye.
വംശങ്ങളിൽ ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളോടും വിശുദ്ധിയോടും മതങ്ങളോടും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യപ്രിയമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. ഏവെങ്കിലും ഹൃദയന്മാരെയും ഔദ്യാന്മാരെയും ആഴ്വാനന്ദരെയും നാട്ടുകാരന്മായ മാതൃകന്മാരെയും സിംഹാസന്മാരിൽ പ്രധാനിയും ഹൃദയന്മാരിൽ മുമ്പിലും പരിശുദ്ധമായിട്ടുള്ളവരുമായ മാതൃകാലത്തിനെയും ഇപ്പോഴും സ്തുതിയും സ്വാഗതവും സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ഞങ്ങളെല്ലാവരെയും കൃപയോടെ ഉറപ്പിക്കുമാറാകണമേ. ഞങ്ങൾ നിലക്കുന്നതിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതുപോലെ പ്രാപിക്കുവാൻ വേണ്ടി അവനെ തന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്ന ഞങ്ങളെയും ഞങ്ങളത് വാങ്ങിപ്പോയിരിക്കുന്നവരെയും വരുവാനുള്ള ന്യായത്തിയൊന്നും ദുഷ്ടന്മാർക്കായി കാത്തുവച്ചിരിക്കുന്ന ദണ്ഡനങ്ങളൊന്നും രക്ഷിക്കുമാറാകണമേ. തന്മൂലം അനുഗ്രഹീതമായ നിലനാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധരുടെയും നാമങ്ങളും സകലത്തിലും എന്നതുപോലെ ഈ കുർബാന വഴിയായും അംഗീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയുള്ള രക്ഷകാരനുമായിരിക്കുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യ ഭാഗങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വലിയവനും ബലവാനുമായ ദൈവം തമ്പുരാനെ ഇത് വേഗമായിരിക്കുന്ന നഗരത്തിന് മനുഷ്യ സ്നേഹത്തോട് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നുവല്ലോ. ഇത് മുഖാന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വന്ദിക്കുന്നു. അങ്ങയുടെ ഏകജാതന്റെ കർത്തൃപ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായ ദൈവമാകുന്ന അങ്ങേ നിഷ്കളങ്കമായ മനസ്സോടും വികാരത്തിന്റെ വിശുദ്ധിയോടും പരമാർത്ഥതയോടും ശരീരത്തിന്റെ വെടിപ്പോടും ആത്മാവിന്റെ ധൈര്യത്തോടും കൂടെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ
ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, അങ്ങയുടെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകിയ കാരുണ്യവാനെ, കഠിനതരങ്ങളായിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വീണ്ടുകൊള്ളണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകലവിധമായിരിക്കുന്ന ശക്തിയും ദുഷ്ടന്മാരായ മനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും ഞങ്ങൾക്കുള്ളവരെയും അവിടുന്ന് വീണ്ടുകൊള്ളണമേ. ഞങ്ങൾക്ക് മേഘജാതനും പരിശുദ്ധാത്മാവിനും ശ്രീവാരാധനയിൽ സമർപ്പിക്കുകയും ചെയ്യുവാനാകുന്നതേ. ആശാവ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴ് സകല സൃഷ്ടികളും അടങ്ങുന്ന സർവാധിപതിയായ രാജാവേ, ഇപ്പോൾ സന്നിധാനത്തിൽ തങ്ങളുടെ ആകാരങ്ങളെ നമിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങയുടെ പരിശുദ്ധമായ സഭയ്ക്കും ഹൃദയാൽ അങ്ങയുടെ ലോകയ്ക്കും കൂടി വന്നിരിക്കുന്ന മക്കൾക്കും സ്വർഗീയമായിരിക്കുന്ന തിരുനാരത്തെ തുറന്ന് മറുപടിയായി കൃപകളായി കൊടുക്കുവാനാകണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ആശാവ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂമരാജ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യ ഭാഗങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും ഈ പരിശുദ്ധതകൾ നൽകപ്പെടുന്നു. കരുണയോടുകൂടി ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധരായ പിതാവ് നമ്മോടുകൂടെ യുടെ മൂല്യനിരകളായിരിക്കുന്ന ആ കഷ്ടാനുഭവങ്ങൾ മുഖാന്തരം അതിനെ സംരക്ഷിച്ച് പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകും.
ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുകയുമായ കർത്താവിന് നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന യേശുമിശിഹായുടെ തിരുസന്നിധിയിൽ യാതൊരായ പ്രവർത്തിച്ചുള്ള നിങ്ങളെല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ എല്ലാ ജീവിത സംരംഭങ്ങളെയും സ്വർഗീയമായിരിക്കുന്ന സമാധാനങ്ങളുടെ
ഇപ്പോഴും എന്നേക്കും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും എന്നേക്കും തിരുമുമ്പാകെ മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാനുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന നീതിയാരാധകരുടെ ഈ സമൂഹത്തെ വലിയവരും നമ്മുടെ രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പരിശുദ്ധങ്ങളായിരിക്കുന്ന ഈ ദൈവീകരണങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതിനെ നൽകുന്നവരുടെ മേലും ഇതിനെ അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിപ്പാതിരിക്കുന്നവരുമായ സ്ഥലങ്ങളുടെ മേലും നമ്മുടെ മേലും ഓർമ്മ ഈ എന്നേക്കുണ്ടായിരിക്കട്ടെ. ശാന്തിക്കോ പ്രതിഫലത്തിനുമായി തിരുവാറാകരുതേ. നാലോ ദൈവത്തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്ന മര്യാദമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
അങ്ങയുടെ സ്വർഗീയമായിരിക്കുന്ന വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകിയ അമഹാകരണയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഉടയവനെ അങ്ങയുടെ പരിശുദ്ധങ്ങളായിരിക്കുന്ന രഹസ്യങ്ങളുടെ അനുഭവം മുഖാന്തരം ഞങ്ങൾ ശിക്ഷാർഹന്മാരായി തീരരുതേ. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിന്റെ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. ആദ്യമുള്ള സകല പുണ്യവാന്മാരുടെയും ഹൃദയകാലിന്മാടിയങ്ങൾ ഏതോ ഒരു പരിശുദ്ധമായിരിക്കുന്നവരെ പരിഗണിച്ച് ഈ രക്ഷാകരമായിരിക്കുന്ന ശുശ്രൂഷകളെ സന്നിധാനത്തിൽ നിർവഹിച്ചിരിക്കുന്നു. പരിശുദ്ധനായ ഇഗ്നാത്യോസ് ഏലിയാസ് ബാവായുടെയും സകല പരിശുദ്ധന്മാരുടെയും ധരിച്ചുള്ള വിശുദ്ധന്മാരുടെ നാഥയുമായ പരിശുദ്ധ കന്യാമറിയാമമ്മയുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങളങ്ങേക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ഹോശാബ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ തമ്പുരാനെ അങ്ങയുടെയും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് യാഗമായി സമർപ്പിക്കപ്പെട്ടു. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി പാപപരിഹാരപ്രദമായിരിക്കും പാനീയമായും നൽകുകയും ചെയ്തു. ഉടയവനെ അങ്ങനെയുള്ള സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അങ്ങനെയുള്ള ഭയഭക്തിയെ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത്തുക്കളായിരിക്കുന്ന നടപടികളാൽ ഞങ്ങളെല്ലാവരെയും അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചവർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. എന്നും അങ്ങനെയും ജഗനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാനാകണമേ. ഹോശം സാഗരമേ ദിനമിതി
സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായി പരിശുദ്ധയാഗപീഠങ്ങളിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള അനുഗ്രഹങ്ങളോടും വാഴുകളോടും താണിയക്കുടികളോടും കൂടെ വിശുദ്ധിയും എടുക്കുമോത്തുള്ള പരിശുദ്ധ ത്രൈത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ നാം പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും പുരുഷന്മാരോടുകൂടെ സമീപസ്ഥന്മാരും മരിച്ചുപോരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള ശ്രീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മുദ്രവത്തപ്പെട്ടവരുമേ, ഈ പരിശുദ്ധമായ ത്രൈത്വം നിങ്ങളുടെ ആളുകളെ പരിഹരിക്കട്ടെ, പാപങ്ങളെ മോചിക്കട്ടെ, നിങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നാമോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കർമ്മ പ്രാപിച്ച് സഹായം കൈക്കൊള്ളുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തന്മാരായി സമാധാനത്താലെ ഭോഗനേക്കും നമ്മുടെ ബലഹീനതയോർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യേ. പിതാവിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന ഈ ഭദ്രാസനത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ നടക്കുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സുവ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1993 ഉറപ്പിച്ച് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 24-ാം തീയതി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഉണ്ടാകുവാൻ പോകുന്ന ഈ ഭദ്രാസനത്തെ സംബന്ധിച്ച്, വാഴിക്കുവാൻ പോകുന്ന മെത്രാപ്പോലീത്തയെ സംബന്ധിച്ചൊക്കെയും വളരെ വിശദമായിട്ട് ദമസ്കോസിൽ നിന്ന് ഒരു കൽപ്പന എഴുതുകയുണ്ടായി. ആ കൽപ്പന മുഖാന്തരമായിട്ടാണ് ഈ ഭദ്രാസനം ഉടലെടുത്തത് എന്ന് നിങ്ങൾക്കറിയാം. ബലഹീനനായ ഞാനും പരിശുദ്ധ ബാവായെ ചെന്ന് കണ്ട് നമ്മുടെ വിവരങ്ങൾ ഘടിപ്പിക്കുന്നതിന് അവിടെ പോയ 4 പേരിൽ ഒരാളാണ്. മറ്റൊരാള് മിസ്റ്റർ KJ പൗലോസ് ഇവിടെ ഇരിപ്പുണ്ട്. അന്നത്തെ ഭദ്രാസന കൗൺസിലിനെ പ്രതിനിധീകരിച്ചിട്ടാണ് അവിടെ പോയിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. തുടർന്നുള്ള നാളുകളിലും വർഷങ്ങളിലും ഇവിടെ നടന്നതായ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയെ കഴിഞ്ഞ വർഷം ഇംഗ്ലവുഡ് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടതായ പാത്രിയർക്ക യോഗത്തെ സംബന്ധിച്ച് ഒരല്പമായി പറയുന്നതിന് വിചാരിക്കുന്നു. അവിടെ വെച്ച് പാത്രിയർക്ക ദിനം ആഘോഷിച്ച അവസരത്തിൽ ബഹുമാനപ്പെട്ട വൈദികരും
സത്യവിശ്വാസികളും അടങ്ങുന്ന ജനങ്ങൾ ഒരു കാര്യം ഉറച്ച് തീരുമാനമെടുത്തു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്തു തന്നെ പീഡനങ്ങൾ വന്നാലും, എന്തു വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായാലും വേണ്ടില്ല, പരിശുദ്ധ സഭയെ ഉപേക്ഷിക്കുകയോ പരിശുദ്ധ പത്രോസിന്റെ സൈനിക സിംഹാസനത്തെ മറുതലിക്കുന്ന ഏതൊരുവൻ ഏത് വൈദിക സ്ഥാനിയായിരുന്നാലും അവരോടുകൂടെ യാതൊരു പങ്കുമില്ലെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരും വിശ്വാസികളും അവിടെ സംബന്ധിച്ച് സംസാരിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പീഡനങ്ങളിലൂടെ, വളരെ പ്രയാസങ്ങളിലൂടെ, വളരെ വേദനയിലൂടെ ഈ ഭദ്രാസനം കടന്നുപോയിട്ടുണ്ട്. അതിന്റെ ഉത്തമ സാക്ഷിയാണ് ഈ പരിശുദ്ധ അമ്മയുടെ പള്ളി എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം അനുവദിക്കുന്ന മുറയ്ക്ക് ഈ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ അമ്മയപ്പന്മാർ നമുക്ക് ഓതി തന്നിട്ടുള്ള പ്രാർത്ഥനകളിൽ നിന്ന് ഇനി ജീവൻ തന്നെ വെടിയേണ്ടി വന്നാലും മാറുകയില്ലെന്ന് ഒരു തീരുമാനം ഈ ദൈവാലയം എടുത്തിരുന്നു എന്ന് സത്യമായിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അഭിവന്യരായ തിരുമേനിമാരും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ടും ബഹുമാന്യരായ വൈദികരും പ്രിയപ്പെട്ട വിശ്വാസികളും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. സത്യവും നീതിയും കത്തുന്ന കനൽ ചാരത്തിൽ മൂടിക്കിടക്കുന്നത് പോലെയാണ്. ഇതാണ് സത്യമെന്ന് പറയുന്നത്. ദൈവം പരിശുദ്ധ സഭയെ അനവരതമായി ശക്തിയോടുകൂടി നയിക്കുകയാണെന്ന് ദൃക്സാക്ഷിയായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ, ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഈ ഭദ്രാസനത്തിൽ ഉണ്ടായതായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം എല്ലാവരും സത്യത്തിൽ വിശ്വസിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച സത്യവിശ്വാസത്തിൽ നിന്ന് മാറുന്ന വിഷയമില്ല. ഒരുപക്ഷെ അത് പീഡനങ്ങളായിരിക്കും, ഒരുപക്ഷെ അത് കോടതിയും ജയിലുമായിരിക്കും, ജീവന്റെ അപകടങ്ങളായിരിക്കും. ഒന്നും പ്രശ്നമല്ല. നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ സഭയിൽ ഉറച്ചു നിന്നുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം നീ ഒന്നുകിൽ ഉഷ്ണവാനോ അല്ലെങ്കിൽ ശീതവാനോ ആയിരിക്കണം. മിതോഷ്ണവാനാകുന്നുവെങ്കിൽ നിന്റെ വായിൽ നിന്ന് ഉമിഞ്ഞു കളയുമെന്ന് ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നിൽക്കുന്നിടത്ത് നിന്നാൽ, നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഇരുന്നാൽ ദൈവം തമ്പുരാൻ നമുക്ക് മാർഗം കാണിച്ചു തരും. പ്രയാസങ്ങളുടെ മധ്യത്തിലും പീഡനങ്ങളുടെ മധ്യത്തിലും നമ്മെ തലോടി നമ്മെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കും എന്നുള്ളതിന്റെ തെളിവാണ് നാം ഈ ദിവസങ്ങളിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അഭിവന്യ പിതാവായ ഈവാനിയോസ് തിരുമേനി നാട്ടിൽ പാത്രിയർക്കീസ് ബാവായുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന സിംഹാസന പള്ളിയുടെ ചാർജും കണ്ടനാട് ഭദ്രാസനത്തിന്റെയും തൃശൂർ ഭദ്രാസനത്തിന്റെയും ചാർജുമുള്ള അഭിവന്യ പിതാവ് മറുപക്ഷത്ത് ചേർന്ന് പിതാക്കന്മാരുടെ പിതാവും പൗരോഹിത്യത്തിന്റെ ഉന്നത സ്ഥാനിയും നമ്മുടെ സഭയുടെ മഹാപ്രധാനാചാര്യനുമായിരിക്കുന്ന പരിശുദ്ധ ബാവായെ വഞ്ചിച്ചുകൊണ്ട് മറുപക്ഷത്തേക്ക് ചേർന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് അഭിവന്യ പിതാവായ ഈവാനിയോസ് തിരുമേനിയെ ഈ 2 ഭദ്രാസനങ്ങളുടെയും ആത്മീയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു. വളരെ കഷ്ടപ്പാടുകൾ അഭിവന്യ പിതാവ് അവിടെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും വന്ന നിയോഗം അതേക്കാൾ പ്രയാസങ്ങളുള്ളതായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ അമേരിക്കയിൽ കഴിഞ്ഞ 8 വർഷമായി ഉണ്ടായിരുന്ന സംവിധാനങ്ങളൊന്നും പോരാതെ വന്നപ്പോൾ ആയിരിക്കണം പരിശുദ്ധ സഭയെ വഞ്ചിച്ചുകൊണ്ട് മെത്രാപ്പോലീത്ത മറുപക്ഷത്തേക്ക് പോയത്.
ആ അവസരത്തിലും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ യൂലിയോസ് തിരുമേനിയുടെ ആലോചനയോടുകൂടി അഭിയൊന്ന പിതാവായ ഈവാനിയോസ് തിരുമേനിയെ ഈ ഭദ്രാസനത്തിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് അധികാരപ്പെടുത്തി വിടുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം, ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വാചകത്തിന്റെ പേരിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിന്റെ ലൈംഗിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണഴിക്കുന്ന പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരുടെ ഇടയനുമായ പരിശുദ്ധ പാത്രികേസ് മോറൻമോർ ഇഗ്നാസിയോസ് കാക്ക ഒന്നാമൻ ബാവ തിരുമനസിന്റെ മുമ്പാകെ ഈ യോഗത്തിനുള്ള ഭക്ത്യാദരവും അനുസരണവും വിധേയത്വവും രേഖപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന് മഹത്വം നിലയറ്റട്ടെ. എത്രയും ഒന്നിലായിരിക്കുന്ന കോർപ്പിസ്കോപ്പന്മാരെ, ഒന്നിരമ്പാച്ചൻ, ഒന്നിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശുമാശൻ, ശുശ്രൂഷകരെ, കർത്താവേശ്വരിശുദ്ധായ നമുക്കെത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മീയ വാത്സല്യ ഭാഗങ്ങളായിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് ബാവായുടെ അനുഗ്രഹീതമായിരിക്കുന്ന ഓർമ്മയോടനുബന്ധിച്ച് ശ്രേഷ്ഠപിതാക്കന്മാരാകുന്ന ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ ബാവായുടെയും മോർ യൂലിയോസ് ഏലിയാസ് ബാവായുടെയും ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പെരുമ്പള്ളിൽ ഡോക്ടർ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് പിതാവിന്റെയും മോർ തീമോത്തിയോസ് പിതാവിന്റെയും സത്യവിശ്വാസ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്ന ആലുവായ വലിയ തിരുമേനിയുടെയും അരനൂറ്റാണ്ടുകാലം പരിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തിയ പരിശുദ്ധ പിതാവായ ബാസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവ തിരുമേനിയുടെയും അങ്ങനെ എല്ലാ ആ പൂർവികരെയും അനുഗ്രഹീതമായിരിക്കുന്ന ഓർമ്മയെ നാം അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ഈ പരിശുദ്ധ ദിനത്തെ കൊണ്ടാടുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ഒത്തുചേരുവാൻ തക്കവണ്ണം ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഇടവകയെ സജ്ജമാക്കിയ ഈ ഇടവകയിലെ വാത്സല്യ മക്കളോടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിയും കൈകാരന്മാരും കമ്മിറ്റി അംഗങ്ങളും അടങ്ങുന്ന ഭരണസമിതിയെയും നാം പ്രത്യേകം അനുമോദിക്കുകയും അവരെ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഈ ഭദ്രാസനത്തിന് വേണ്ടി ഓർക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു സമ്മേളനം ഈ ദിവസത്തിൽ ക്രമീകരിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കപ്പെട്ടപ്പോൾ അതിന് എല്ലാവരെയും കൽപ്പന മുഖാന്തരമായി അറിയിച്ച് ഇന്നേ ദിവസം ഈ പരിശുദ്ധ ശുശ്രൂഷയിലും ഈ യോഗത്തിലും വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഒരുക്കുക നമ്മുടെ വാത്സല്യ ഭവനങ്ങളായിരിക്കുന്ന ദൈവമക്കൾ തുലയും ചാലയും നിന്ന് ഇവിടെ കടന്നു വന്ന് ഈ ശ്രേഷ്ഠതയേറിയിരിക്കുന്ന ദിവസത്തിന്റെ അനുസ്മരണയെ അഭികാമ്യമാക്കി തീർത്താം നിങ്ങളെല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മേനിയായിട്ട് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, ഈ പരിശുദ്ധ ദിനത്തെ സംബന്ധിച്ച് ഫെബ്രുവരി മാസം 22 എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം, സഭയുടെ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം, ക്രമപ്പെടുത്തലുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്
ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഈ പരിശുദ്ധ ദിനം വിവിധങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ഇതിനു മുമ്പ് കൊണ്ടാടിയിട്ടുള്ള ഈ അനുഗ്രഹീത ഭദ്രാസനത്തിലെ സകല ക്രമീകരണങ്ങളെയും പ്രത്യേകിച്ച് അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതി അംഗങ്ങളുടെ ആ സകല പ്രവർത്തകരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. സാഹചര്യങ്ങൾ വിപരീതമായിരുന്ന കാലഘട്ടത്തിൽ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ ദൈവമക്കൾ നടത്തിയ തീവ്രവും സ്ഥിരതയുള്ളതുമായിരിക്കുന്ന ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സാഹചര്യങ്ങൾ എന്ന് ഒരു പരിധിവരെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. സർവശക്തനായിരിക്കുന്ന ദൈവം തന്റെ സ്വർഗീയമായിരിക്കുന്ന ഇഷ്ടമനുസരിച്ച് പിതാവാം ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു പോകേണ്ടിയിരുന്നു. എന്നാൽ ആ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയ്ക്ക് മുമ്പായി തന്റെ ഭൗതിക സഭയ്ക്ക് ഒരു ക്രമീകരണം ഉണ്ടാകണമെന്ന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹ നിശ്ചയിച്ച് തീരുമാനിച്ച് തന്റെ പരിശുദ്ധ അപ്പോസ്തലന്മാർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് വിശുദ്ധ പത്രോസ്ലീഹായെ വിളിച്ച് വേർതിരിച്ചു. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ എവങ്കേലിയൻ ഭാഗത്തിൽ ആ വസ്തുത നാം പൂർണ്ണമായും മനസ്സിലാക്കുന്നു. കർത്താവ് വേർതിരിച്ച് പറയുവാനെ, അശീമോനെ നീ ഭാഗ്യവാനാകുന്നു, ജഡരക്തങ്ങളല്ല സ്വർഗീയനായിരിക്കുന്ന എന്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, നീ ഭൂമിയില്ല എന്ന് പറഞ്ഞവനാണ് ശിമോൻ അഥവാ പത്രോസ്ലീഹ. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം അനുഗ്രഹീതമായിരിക്കുന്ന സത്യം അവൻ ഗ്രഹിച്ചു എന്നുള്ള വസ്തുത മനസ്സിലാക്കിയപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അവനിൽ സംസിദ്ധമായിട്ടുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിയപ്പോൾ അവനെ വിളിച്ച് വേർതിരിക്കുകയാണ്. ഇത് മറ്റു ശ്ലീഹന്മാർക്ക് അർത്ഥശങ്കയ്ക്ക് ഇടവരാതിരിക്കത്തക്കവണ്ണം വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ശ്രേഷ്ഠതയേറിയ സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലും 16-21 അധ്യായങ്ങളിൽ കൂടെ സവിസ്തരം പ്രതിപാദിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിച്ചിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നീ എന്റെ ആടുകളെ മേയിക്കുക, നീ എന്റെ പെണ്ണാടുകളെ മേയിക്കുക, നീ എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് പറഞ്ഞ് സകല മനുഷ്യവർഗത്തിന്റെയും സംരക്ഷണം അല്ലെങ്കിൽ മേയിക്കലിന്റെ ചുമതല ആ പരിശുദ്ധ അപ്പോസ്തലനിൽ നിക്ഷിപ്തമാക്കിയപ്പോൾ ഇവിടെ ഒരു ദൈവികമായിരിക്കുന്ന സത്യം വെളിപ്പെടുകയായിരുന്നു. പൂർണ്ണത ആ അപ്പോസ്തലന്റെ അറിവിലുണ്ടായിരുന്നപ്പോൾ ആ പൂർണ്ണതയിൽ ദൈവം പ്രസാദിക്കുകയും ആ സത്യത്തിന്മേൽ കർത്താവ് തന്റെ സഭയെ പണിയുകയും ചെയ്തു. സ്നേഹിക്കപ്പെട്ടവരെ, ഇതിനെന്തിനാണ് നാം മനുഷ്യരെ വിളിക്കുന്നത്? ഇത് ദൈവികമായിരിക്കുന്ന ഒരു നിലനിർത്തലാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ക്രമീകരണമാണ്. ഈ അവസ്ഥയെ കുറിച്ച് മനുഷ്യർ എന്തിന് വിവേചിക്കണം? ഈ അവസ്ഥയെ കാലാകാലങ്ങളിൽ ഉണ്ണിപ്പെട്ട പിതാക്കന്മാർ ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി തങ്ങളുടെ ചോരയും നീരും തങ്ങളുടെ ബുദ്ധിയും ശക്തിയും തങ്ങളുടെ ശേഷിയും ഒക്കെ നൽകി ഇതിനെ പരിപോഷിച്ച് വളർത്തിയിട്ടുള്ളതാണ്. പ്പെട്ടവരെ, ഏതോ ഒരു ബലഹീനതയിൽ നിന്നുകൊണ്ട് ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞുവോ, അതേ ബലഹീനതയുള്ളവൻ യഥാർത്ഥ സത്യത്തെ അപഗ്രഥിച്ചപ്പോൾ കർത്താവ് അവനെ ലോകത്തിൽ താൻ സ്ഥാപിക്കുന്ന തന്റെ ദൃശ്യസഭയുടെ തലവനാക്കി തീർത്തു. ആ പുണ്യ പാരമ്പര്യം ഇന്ന് നാം അനുഷ്ഠിച്ച് അതിൽ വിശ്വസിച്ച് അതിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുന്നു. എത്ര അഭികാമ്യമായിരിക്കുന്ന ഒരു വസ്തുതയാണത്.
എത്ര സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണത്, എത്ര അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരു വസ്തുതയാണത്. ആ സ്വർഗീയ സത്യം നമ്മൾ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമായി അവകാശമായി നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുവനിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇത് നാം ഉൾപ്പെടുന്ന പരിശുദ്ധ സഭയിൽ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടതായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അനുവാദ വലിയ തിരുമേനിയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ജനം സത്യവിശ്വാസ സംരക്ഷകൻ എന്ന് അദ്ദേഹത്തെ ആർക്ക് വിളിച്ചു. അതായത് ആലുവ മലപ്പുറത്ത് ഒരു കുടിൽ കെട്ടി വസിക്കേണ്ടി വന്നാലും പിതാക്കന്മാർ എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കർത്താവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ വേലയ്ക്കായി നീ എന്റെ മകനെ എന്റെ മകളെ തിരഞ്ഞെടുക്കണമേ എന്നുള്ള സമർപ്പണത്തോടുകൂടി ഒരു ബുദ്ധിമുട്ട് കേട്ടോ സ്റ്റഡീസ് അവർ നടത്തണം. ഇതിനുള്ള പല കാര്യങ്ങളുണ്ട്. കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കണം. അത് ദൈവസന്നിധിയിൽ ഒട്ടും ഒരു കുറവുള്ള കാര്യമില്ല. അതിനുശേഷം അവർ മറ്റുള്ള വിഷയങ്ങൾ പഠിച്ചു കൊള്ളട്ടെ. ധാരാളം മറ്റ് പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള അനേകം ഈ വൈദികരൊക്കെ ഓരോ തരത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യാം. പക്ഷേ ഒരു പൗരോഹിത്യ സ്ഥാനത്തേക്ക് കടന്നു വരുവാനുള്ള ഒരു ക്രമീകരണത്തിൽ കുഞ്ഞിലെ മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ആരെങ്കിലും മാതാപിതാക്കന്മാരെ സമർപ്പിച്ചിരിക്കുന്നവരിൽ തന്നെ ചുരുക്കുമാറാകട്ടെ. നിങ്ങളുടെ ബുദ്ധിമുട്ടിന് ദൈവം നൂറുമേനിയായ പ്രതിഫലം നൽകട്ടെ. അനുഗ്രഹിക്കുകയായ ദൈവമാതാവും ദൈവജനനീയമായിരിക്കുന്ന പരിശുദ്ധ കന്യമർത്തമറിയാവുന്നതിന്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതിയുടെയും പ്രത്യേകാലാമെന്ന് ഏതൊരു ഓർമ്മയെ പരിഗണിച്ച് ശ്രേഷ്ഠതയിലിരിക്കുന്ന ശുശ്രൂഷകളെ ദൈവത്തിനുമ്പാൽ നിർവഹിച്ചിരിക്കുന്ന മഹാപരിശുദ്ധനായ ഇഗ്നാത്തിയോസ് ഏലിയാസിന്റെയും ബാവായുടെയും എല്ലാ കുട്ടിചരിതരായിരിക്കുന്ന പിതാക്കന്മാരുടെയും മധ്യസ്ഥതയായി നമ്മെ എല്ലാവരെയും കൃപയോടെ കാക്കുമാറാകട്ടെ. ആണ് നമുക്ക് എഴുന്നേറ്റ് പരിശുദ്ധ സഭയ്ക്ക് രാത്രി ആയതുകൊണ്ട് വഴി നല്ല നിശ്ചയമില്ലാത്തത് കൊണ്ട് ചൂട്ട് കത്തിച്ച് വീശി ഇങ്ങനെ പോകുന്നു. ഇപ്പോഴൊക്കെയാണ് ടോർച്ച്. അന്നത്തെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ടോർച്ച് മേടിക്കാനൊന്നും വശമില്ലാത്തത് കൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ ചൂട്ട് കത്തിച്ച് നീളത്തിലുള്ള നീളത്തിൽ കെട്ടിച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് പിടിച്ചോണ്ട് ഇങ്ങനെ വീശി പോവുക. അപ്പൊ ഈ ചൂട്ടിന്റെ വെളിച്ചത്തിൽ വേറെ രണ്ട് വ്യക്തികളും കൂടി ഇവരുടെ കൂടെ ചേർന്നു. ഈ ചൂട്ട് കത്തിച്ചുകൊണ്ട് പോകുന്ന ആൾ മുമ്പിൽ ഇങ്ങനെ പോവുക. ഇതിന്റെ പുറകിൽ വെളിച്ചം കണ്ടുകൊണ്ട് രണ്ടുപേര് നടക്കുക. ഈ രണ്ടുപേര് സംസാരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ കുറിച്ച്. ഒരു മിനിറ്റ്